പ്രിയപ്പെട്ട കേരള സംസ്ഥാനത്തിലെ ജനങ്ങളെ, നമ്മുടെ നെന്മാറ ഗ്രാമപഞ്ചായത്തിൽ പോത്തുണ്ടി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നു. പോത്തുണ്ടി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തും പിന്നെ ചുള്ളിയാർ, മീങ്കര, പോത്തുണ്ടി എന്നീ ഡാമുകൾ വേനൽക്കാലത്ത് ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്നതിന് വേണ്ടി നെല്ലിയാമ്പതിയിൽ നിന്നും ടണൽ മാർഗം പോത്തുണ്ടി ഡാമിലേക്ക് വെള്ളം കൊണ്ടുവരുന്നുണ്ട്. അതുമാത്രമല്ല, പൈപ്പ് ഇട്ടിട്ടാണെങ്കിലും വെള്ളം കൊണ്ടുവരണം, ടണൽ മാർഗം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ, ഈ ചുള്ളിയാറ്, മേങ്കര, സീതാറ കൊണ്ട് ഒഴുകി പോകുന്ന വെള്ളത്തിനെ തടയണ കെട്ടി, ചെക്ക് ഡാം കെട്ടി, പിന്നെ ചുള്ളിയാർ, മേങ്കര, പഴയപ്പാണ്ടി വഴി കെ ചന്ദ്രൻ പണ്ട് കൊണ്ടുവന്നതാണ് പഴയപ്പാണ്ടി പദ്ധതി. പഴയപ്പാണ്ടി പദ്ധതിക്ക് ശേഷം ചുള്ളിയാർ, മേങ്കര പ്രത്യേകമായി നിറയ്ക്കുന്നത് കേന്ദ്ര ജലജീവ മിഷൻ പദ്ധതി പ്രകാരം എല്ലാ പഞ്ചായത്തുകളിലും വീടുകളിലും വെള്ളം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളത്തിന് പകരം എയർ മാത്രമാണ് വരുന്നത് വേനൽക്കാലത്ത്. അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിന് മഴയൊക്കെ ലഭിക്കുന്നുണ്ട്. എങ്കിലും പിന്നെ രണ്ടാം പഞ്ചയ്ക്ക് വെള്ളം തുറന്നു കഴിഞ്ഞാൽ വെള്ളത്തിന് ടൈറ്റാണ്. അപ്പോൾ നെല്ലിയാമ്പതിയിൽ നിന്ന് വെള്ളം എത്തിക്കുകയും പിന്നെ നെന്മാറ, ആലത്തൂര്, അയ്യൂർ, മേനാറോട്, കാവശ്ശേരി, പിന്നെ എരുമിയൂർ, ഇലവഞ്ചേരി, പല്ലശ്ശേന എന്നീ മേഖലകളിലാണ് വെള്ളം. നെല്ലിയാമ്പതിയിലും വെള്ളത്തിന് ടൈറ്റുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെല്ലിയാമ്പതിയിലുള്ള വെള്ളം സംരക്ഷിക്കുകയും നെല്ലിയാമ്പതിയിൽ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുകയും പിന്നെ നെന്മാറ ആശുപത്രിയാണ്. നെന്മാറ ആശുപത്രി ഡെവലപ്മെൻറ്റ് ചെയ്യണം. നെന്മാറ ആശുപത്രി ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ, പ്രസവ വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ, നേരത്തെ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മുള്ളു കുത്തിയാൽ പോലും ചികിത്സയില്ലാതെ അവറ്റീസിലേക്കും പാലക്കാട്ടിലേക്കുമാണ് ആൾക്കാർ ലക്ഷക്കണക്കിന് ഉറുപ്പിക ചിലവാക്കിയിട്ട് ചെയ്തത്. സർക്കാർ സേവനത്തിൽ സൗജന്യമായി ലഭിക്കേണ്ട മരുന്ന് പോലും ഇവിടെ കറക്റ്റായിട്ട് ലഭിക്കുന്നില്ല. അതുമാത്രമല്ല, പല പ്രാവശ്യം ഇതിനുവേണ്ടി സമരം ചെയ്യുകയും മറ്റൊക്കെ ചെയ്തിട്ടും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ ഹൈക്കോടതി എത്തിച്ചിട്ടുണ്ട്. ഏകദേശം 2 ലക്ഷം രൂപ ചിലവാക്കിയിട്ടാണ് ഈ പദ്ധതികളെല്ലാം കൊണ്ടുവരുന്നത്. ഈ പദ്ധതിയെല്ലാം കൊണ്ടുവന്ന് 50 കോടിയുടെ പദ്ധതിയാണ്. ഈ 50 കോടി പദ്ധതി കൊണ്ടുവരുമ്പോൾ ഈ സർക്കാർ സേവനങ്ങൾ മെച്ചപ്പെടുത്തുകയും ആവശ്യത്തിന് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർമാർ, എല്ലുരോഗ വിദഗ്ധന്മാർ എല്ലാവരും നെന്മാറ ആശുപത്രിയിൽ വേണം 24 hours. നെല്ലിയാമ്പതിയിൽ നിന്നും 31 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം നെന്മാറ എത്തിച്ചേരാൻ, നെന്മാറ പഞ്ചായത്തിൻ്റെ അവിടെ എത്തിച്ചേരാൻ. അപ്പോൾ അവിടേക്ക് എത്തിച്ചേരുമ്പോൾ ഒരു ആക്സിഡൻറ്റ് കേസ് വന്നാൽ പോലും ഇവിടെ ഒരു ചികിത്സയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങളില്ലാതെ ജനം വളരെ ബുദ്ധിമുട്ടുകയാണ്. അത് മനസ്സിലാക്കി സർക്കാർ ഹൈക്കോടതി ഉത്തരവ് കിട്ടുമ്പോൾ ഹൈക്കോടതി ഉത്തരവ് കിട്ടിയ ഉടനെ ആവശ്യത്തിന് ഡോക്ടർമാരും പിന്നെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ, മോർച്ചറി, എല്ല് വിഭാഗം, അത്യാവശ്യ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് എടുത്ത് കാര്യങ്ങൾ നടത്തുന്നതിനുള്ള പരിപാടി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നെന്മാറ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശങ്കരനാരായണൻ ആവശ്യപ്പെട്ടു.